വെൽക്കം ഐഡിയാസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്യാഷ് ബുക്കിനെ പറ്റി പഠിക്കാം. ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഏതെല്ലാം ടൈപ്സ് ക്യാഷ് ബുക്ക് ആണ്, അതിനേക്കാൾ ഉപരി എന്താണ് ക്യാഷ് ബുക്ക്, എന്തിനാണ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ക്യാഷ് ബുക്ക്? ക്യാഷ് ബുക്ക് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി വെയർ ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് ക്യാഷ് ആർ റെക്കോർഡഡ്. അതായത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി തന്നെയാണ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിൽ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് പേര് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ക്യാഷ് വരുന്നതും പോകുന്നതും, മറ്റു രീതിയിൽ പറഞ്ഞാൽ ക്യാഷ് റിസീപ്റ്റ്സും ക്യാഷ് പേയ്മെന്റ്സും ഓൾസോ ബാങ്ക് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇപ്പൊ ക്യാഷ് എത്ര വരുന്നു, ക്യാഷ് എത്ര പോകുന്നു ഒരു ബിസിനസ്സിൽ, ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത് ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടി വരും. ക്യാഷ് ബുക്ക് സെർവ്സ് ദ പർപ്പസ് ഓഫ് ബോത്ത് ജേർണൽ ആൻഡ് ദി ലെഡ്ജർ. ഇപ്പൊ ഒരു ജേർണൽ പ്രിപ്പയർ ചെയ്യുന്നതും ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്നതും, ഈ രണ്ട് കാര്യങ്ങൾ ഒറ്റയടിക്ക് നമ്മൾ എന്തിലൂടെ പ്രിപ്പയർ ചെയ്യണം? ക്യാഷ് ബുക്കിലൂടെ പ്രിപ്പയർ. അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസിന്റെ ജേർണൽ പിന്നെ പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്താൽ. ഓക്കെ, അതേപോലെ തന്നെ നമുക്കൊരു ക്യാഷ് അക്കൗണ്ടും, ലെഡ്ജർ എന്നോട് ഉദ്ദേശിക്കുന്നത് ലെഡ്ജറിന്റെ അകത്ത് ക്യാഷ് അക്കൗണ്ടും നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ക്യാഷ് ബുക്ക് സെർവ്സ് ദ പർപ്പസ് ഓഫ് ബോത്ത് ജേർണൽ ആൻഡ് ദി ലെഡ്ജർ. ഓക്കെ, ഇനി നമ്മൾക്കൊരു ഓർഗനൈസേഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന, അതായത് അവരുടെ നീഡ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ഡിഫറെന്റ് ഓർഗനൈസേഷനിൽ ഡിഫറെന്റ് ടൈപ്സിലുള്ള ക്യാഷ് ബുക്സ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അവരുടെ ട്രാൻസാക്ഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ നീഡ് അനുസരിച്ചിട്ടാണ് അത് സെലക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെയാണ്? സിമ്പിൾ ക്യാഷ് ബുക്ക്. സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും, ആ ഒരു ക്യാഷ് ബുക്കിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സിംഗിൾ എമൗണ്ട് കോളം വരുന്നതാണ് നമ്മൾ സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വിളിക്കും. അടുത്തത് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എന്താണ് ഈ ഡബിൾ കോളം എന്നുള്ളത്? അതായത് ഇതൊരു ടി ഫോമാറ്റിലാണ് നമ്മൾ ഒരു ക്യാഷ് ബുക്കും എഴുതുന്നത്. ഇപ്പോൾ ക്യാഷ് ബുക്ക് നമ്മൾ ഫോമാറ്റ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു അക്കൗണ്ടിന്റെ ഫോമാറ്റ് തന്നെയാണ് നമ്മൾ ക്യാഷ് ബുക്ക് വരയ്ക്കുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടിന്റെ ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിൽ ടി ഫോമാറ്റ് ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ക്രെഡിറ്റ്. ഇങ്ങനെയാണ് നമ്മളൊരു അക്കൗണ്ട് ഫോമാറ്റ് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഫോമാറ്റിൽ നോക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളം വരും, ക്രെഡിറ്റ് സൈഡിലും 2 എമൗണ്ട് കോളം വരും. എന്തൊക്കെയാണ് 2 എമൗണ്ട് കോളം എന്ന് പറയുന്നത്? ഒന്നെന്ന് പറയുന്നത് ക്യാഷ് കോളം, ക്യാഷ് എമൗണ്ട് കോളം. സെക്കൻഡ് വൺ ബാങ്ക് എമൗണ്ട് കോളം. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 എമൗണ്ട് കോളംസ് ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്നതുകൊണ്ടാണ് അത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വിളിക്കുന്നത്. അതായത് ക്യാഷ് ട്രാൻസാക്ഷൻസും ബാങ്ക് ട്രാൻസാക്ഷൻസും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പക്ഷെ സിമ്പിൾ കോളം ക്യാഷ് ബുക്കിൽ ക്യാഷ് കോളം മാത്രമാണ്, ക്യാഷ് കോളത്തിൽ തന്നെയാണ് ബാങ്ക് ട്രാൻസാക്ഷൻസും ക്യാഷ് ട്രാൻസാക്ഷൻസും എല്ലാം സിമ്പിൾ ക്യാഷ് ബുക്കിൽ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അത് സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ക്യാഷ് ബുക്ക് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പൊ എന്താണ് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ വരുന്നത്? അപ്പോൾ ഒരു കോളം കൂടെ ആഡ് ചെയ്ത് വരും, അതായത് ക്യാഷ്, ബാങ്ക്, ദെൻ ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട്, ക്യാഷ്, ബാങ്ക് ആൻഡ് ഡിസ്കൗണ്ട്. ഇങ്ങനെ 3 കോളംസ് ആണ് നമുക്ക് ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് സിമ്പിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും അതേപോലെ തന്നെ ലാസ്റ്റ് വൺ പെറ്റി ക്യാഷ് ബുക്ക്, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ പെറ്റി ക്യാഷ് ബുക്ക് എന്താണ്? ഓക്കെ, ഇപ്പൊ സിമ്പിൾ കോളം ഉണ്ട്, ഡബിൾ കോളം ഉണ്ട്, പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്. ഇപ്പൊ പെറ്റി ക്യാഷ് ബുക്ക് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ പെറ്റി ക്യാഷ് ബുക്ക്, പെറ്റി ദാറ്റ് മീൻസ് സ്മോൾ അല്ലെ, സ്മോൾ എക്സ്പെൻസസ് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഓർഗനൈസേഷനിൽ ചെറിയ എക്സ്പെൻസസ് ലൈക്ക് ഇപ്പൊ എന്തൊക്കെയാണ് പോസ്റ്റേജ് പേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയ കൺവെയൻസ് എക്സ്പെൻസസ്, ഓക്കെ, അങ്ങനെയുള്ള ചെറിയ എക്സ്പെൻസസ് മാത്രം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത് പെറ്റി ക്യാഷ് ബുക്ക്. അതുകൊണ്ടാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിമ്പിൾ കോളം, ഡബിൾ കോളം അല്ലെങ്കിൽ ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്കിനെയൊക്കെ അപേക്ഷിച്ച് കൺസിഡറബിളി ചെറിയ എമൗണ്ട്സ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുക പെറ്റി ക്യാഷ് ബുക്കിൽ കാണാൻ. ആക്ച്വലി ഇത് ഒരു ക്യാഷ് കൺട്രോൾ സിസ്റ്റത്തിന് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ 1 by 1 ആയിട്ട് പഠിക്കും. നമ്മൾ ആദ്യം പോകുന്നത് എന്തിലേക്കാണ്? സിമ്പിൾ കോളം ക്യാഷ് ബുക്ക്. ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോമാറ്റ് ആണ്.
നമുക്ക് യൂഷ്വലി ഒരു ലെഡ്ജർ അക്കൗണ്ട് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ നമുക്ക് കാണാം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ്, റൈറ്റ് ഹാൻഡ് സൈഡ് ക്രെഡിറ്റ് അല്ലേ. അപ്പം നമ്മൾ ഒരു ടി ഫോമാറ്റിൽ ജസ്റ്റ് മിഡിൽ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ്, particulars, voucher number, ledger folio and amount column. Then repeat the same date, particulars, voucher number, ledger folio and amount column. ഇങ്ങനെ സിമ്പിളായിട്ട് ഒരു ലെഡ്ജർ ഫോമാറ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ക്യാഷ് ബുക്ക് ആയിരിക്കും എന്ത് സിമ്പിൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അഡീഷണൽ ആയിട്ട് അവിടെ വൗച്ചർ നമ്പറും കൂടെ വരുന്നുണ്ട് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ശരിക്കും ഒരു ലെഡ്ജറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് അങ്ങനെ സിമ്പിളായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു ക്യാഷ് ബുക്ക് തന്നെയാണ് ആക്ച്വലി എന്ത് ഈ സിമ്പിൾ കോളം ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്കിനി എങ്ങനെയാണ് ഈ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ബുക്ക് ഏത് റൂൾ, നമ്മൾ അക്കൗണ്ടിങ് റൂൾ പഠിച്ചിട്ടുണ്ട്, ട്രഡീഷണൽ അപ്രോച്ച് വൈസ് പഠിച്ചിട്ടുണ്ട്, മോഡേൺ അപ്രോച്ച് വൈസും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് റൂൾ അപ്ലൈ ചെയ്ത്, ഏത് റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ട്രഡീഷണൽ അപ്രോച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്. ക്യാഷ് പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, ഇങ്ങനെ 3 കാറ്റഗറി അക്കൗണ്ട് വരുന്നുണ്ട് ട്രഡീഷണൽ അപ്രോച്ചിൽ. അതിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? റിയൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ ആപ്ലിക്കബിൾ ആവുന്ന റൂൾ എന്താണ്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, ഇപ്പൊ ക്യാഷ് വരുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യാം, ക്യാഷ് പോവുകയാണെങ്കിൽ മീൻസ് പേയ്മെന്റ് ആണെങ്കിൽ ക്രെഡിറ്റ്. ക്യാഷ് വരുന്നു എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് ആണ്, ക്യാഷ് പോകുന്നു എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ആണ് അല്ലെ. സോ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്യാഷ് വരുന്നു അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ക്യാഷ് പേയ്മെന്റ് ചെയ്യുന്നു അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന റെസിപ്റ്റ്സും ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് പേയ്മെന്റ്സും ആണെന്ന് അർത്ഥം. അതേപോലെ തന്നെ മോഡേൺ അപ്രോച്ച് വെച്ച് നോക്കുമ്പോഴും ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾ എന്തായിരിക്കും? If the asset increases, the value of the asset increases, we have to debit it. That means ledger account നമ്മൾ എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. Then അസറ്റിന്റെ വാല്യൂ ഡിക്രീസസ് ആണെന്നുണ്ടെങ്കിൽ മീൻസ് പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ അസറ്റ് ഏതാണ്? ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് തന്നെയാണ് അല്ലെ. ഇപ്പൊ ക്യാഷ് വരുന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ റെസിപ്റ്റ്സ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, പേയ്മെന്റ്സ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ 2 റൂളിലും നമ്മൾ എത്തിക്കുന്നത് ഒരേ സിറ്റുവേഷനിൽ തന്നെയാണ് അല്ലെ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് ക്യാഷ് ബുക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റൂൾ. അപ്പോൾ നമുക്കിനി ഒരു ക്യാഷ് ബുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ. ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ലൊരു ക്വസ്റ്റ്യനുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ എ സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്ത് കാണിക്കൂ. അപ്പോൾ അതിനായിട്ട് 2019 എന്നുള്ള ഇയറിലെ ട്രാൻസാക്ഷൻ ആണ്, ഏപ്രിൽ മന്തിലെ ട്രാൻസാക്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്കാണ് ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 28 വരെയുള്ള ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ഈ ക്യാഷ് ബുക്ക് എന്ന ബുക്ക് ഓഫ് പ്രൈം എൻട്രിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ക്യാഷ് ബുക്കിന്റെ ഫോമാറ്റ് ഞാനിവിടെ ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് മിസ്റ്റർ എക്സിന്റെ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ബുക്സ് ഓഫ് എക്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ബുക്സ് ഓഫ് എക്സ് ക്യാഷ് ബുക്ക് നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഡേറ്റ്, particulars, വൗച്ചർ നമ്പർ, ലെഡ്ജർ ഫോളിയോ, ദെൻ എമൗണ്ട് കോളം. ഇത്രയും ആകുമ്പോഴത്തേക്കും ഡെബിറ്റ് സൈഡ് ക്ലിയർ ആയി. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുമ്പോൾ അഗെയിൻ ഡേറ്റ്, particulars, വൗച്ചർ നമ്പർ, ലെഡ്ജർ ഫോളിയോ ആൻഡ് എമൗണ്ട് കോളം. ഈ ഒരു ഫോമാറ്റിൽ നമ്മൾ ഫസ്റ്റ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു സിംഗിൾ കോളം ക്യാഷ് ബുക്ക് ആയതുകൊണ്ട് ഇവിടെ ഒരു എമൗണ്ട് കോളം മാത്രമേ വരുള്ളൂ. ഈ ഒരു കോളത്തിൽ തന്നെയാണ് നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആയാലും ബാങ്ക് ട്രാൻസാക്ഷൻ ആയാലും റെക്കോർഡ് ചെയ്യുന്നത്. ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മളിവിടെ particulars കോളം എഴുതുന്നതിലും കുറച്ചും കൂടെ നമുക്ക് പെട്ടെന്ന് തെറ്റിക്കാതെ എഴുതാനായിട്ട് ഒരു എളുപ്പമായിട്ട് ഓർത്തിരിക്കാനുള്ള ഒരു വഴിയുണ്ട്. നമ്മൾ റൂൾ അനുസരിച്ചിട്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. particulars കോളത്തിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ, അതായത് ഈ particular കോളം എന്ന് പറയുന്നത് ഈ ഡെബിറ്റ് സൈഡാണ്. ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് റെസിപ്റ്റ് ആണ്. അപ്പോൾ റെസിപ്റ്റ് ഞാൻ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിവിടെ R എന്നൊന്ന് കാണിക്കുന്നു. R is what? റെസിപ്റ്റ്. അതായത് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു ക്യാഷ് ബുക്കിന്റെ റെസിപ്റ്റ് സൈഡ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് പേയ്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഓർത്തിരിക്കാവുന്നുള്ളൂ. റെസിപ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ? പേയ്മെന്റ് ആണ് അല്ലെ, പേയ്മെന്റ് സൈഡ്. അപ്പോൾ ഇനി കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഓർത്തിക്കാൻ എന്താ, ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒരു ഹാപ്പി സൈഡ് ആയിട്ട് എടുക്കുക. ഓക്കെ, ദെൻ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഒന്ന് സാഡ് സൈഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, കാരണം എന്താ, ഡെബിറ്റ് സൈഡിൽ നമ്മൾ എല്ലാ റെസിപ്റ്റ്സും കാണിക്കുന്ന പ്ലേസ് ആണ്. ക്യാഷ് വരുന്നതെല്ലാം എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. ക്യാഷ് പോകുന്നതെല്ലാം എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ട് നമുക്ക്
അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താണ്? മിസ്റ്റർ എക്സ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2,50,000. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആയിട്ട് പറയുന്നത്. അതായത് മിസ്റ്റർ എക്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 2,50,000 രൂപ വെച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ ഡേറ്റ് എഴുതുക. ഡേറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2019 എന്നാണ്. 2019 നമ്മൾ ആദ്യം എഴുതാൻ പോകുന്ന ട്രാൻസാക്ഷൻ April 1 അല്ലേ? അപ്പോൾ April 1 ട്രാൻസാക്ഷൻ എവിടെ വരുന്നു, എങ്ങനെ എഴുതുന്നു, ഇതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം മിസ്റ്റർ എക്സ് എന്ത് ചെയ്തു? ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ജേർണൽ എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്ന ജേർണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം നമ്മൾ ഒരു രീതി ചിന്തിച്ചാൽ ഈ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെയാണ്. സർവ്സ് ദ പർപ്പസ് ഓഫ് ലെഡ്ജർ ഓൾസോ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന പോലെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമ്മൾ ഹാപ്പി സൈഡായിട്ട് പറഞ്ഞാൽ നമ്മളുടെ റെസീപ്റ്റ് സൈഡിലേക്ക്, അതായത് ക്യാപിറ്റൽ വരുന്നു, ദാറ്റ് മീൻസ് ഇവിടെ ക്യാഷ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ക്യാഷ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ കാണിക്കാം? ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ 2009 മന്ത് എഴുതുക, April 1 നമ്മൾ ട്രാൻസാക്ഷൻ ഇവിടെ നമ്മൾ എഴുതുക. എന്ത് നമ്മൾ എഴുതും? ടു ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എഴുതുന്നത്, അതിൻ്റെ എൻട്രി നമ്മൾ ചെയ്യുന്നത് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട് എന്ന് എമൗണ്ട് കോളത്തിൽ തന്നെ കാണിക്കുക. 2,50,000. ഇറ്റ്സ് 2,50,000. ഓക്കെ, അപ്പോൾ 2,50,000 നമ്മൾ എമൗണ്ട് കോളത്തിലും കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ക്യാഷ് ബുക്കിൽ 2,50,000 ക്യാഷ് വന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. ഓക്കെ, റെസീപ്റ്റ് സൈഡ്. അപ്പോൾ നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹22,200. 22,200 റുപ്പീസിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന പറയുമ്പോൾ ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇത് എവിടെ വരണം? പേയ്മെന്റ് സൈഡിൽ വരണം അല്ലേ? നമ്മൾ ജേർണൽ എൻട്രി വെച്ച് നോക്കുകയാണെങ്കിലും പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് എന്നാണ് നമ്മൾ എൻട്രി എഴുതുക. അപ്പം അത്രയൊന്നും നമ്മൾ ചിന്തിക്കണമെന്നില്ല. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ റെസിപ്റ്റ് ആണോ പേയ്മെന്റ് ആണോ നോക്കുക. പർച്ചേസസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പേയ്മെന്റ് ആണ്. അപ്പോൾ പേയ്മെന്റ് സൈഡിലായിരിക്കും നമ്മൾ കാണിക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ ഇവിടെയും നമ്മൾ ഇയർ എഴുതുന്നു 2019. ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് എന്നാണ്? April 2 നമ്മൾ ചെയ്യുന്നത്. ബൈ പർച്ചേസസ് അക്കൗണ്ട്, ബൈ പർച്ചേസസ് അക്കൗണ്ട് എഴുതുക. നമ്മൾക്ക് അതിൻ്റെ വാല്യൂ കാണിക്കുക 22,200. ഇവിടെ നമുക്കിപ്പോൾ വൗച്ചർ നമ്പറിൽ ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നമുക്കൊന്നും ഫില്ല് ചെയ്യാനില്ല, അതുകൊണ്ട് അത് അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തന്നെ കിടക്കട്ടെ. നമുക്ക് അവിടെ ഒന്നും എഴുതാനില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, തേർഡ് ട്രാൻസാക്ഷൻ നോക്കുക. അത് April 3 പർച്ചേസ് ഗുഡ്സ് ഫ്രം ജെ ആൻഡ് കമ്പനി ഓൺ ക്രെഡിറ്റ് ₹20,000. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രം റെക്കോർഡ് ചെയ്യുന്ന പ്ലേസ് ആണ് ക്യാഷ് ബുക്ക്. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പർച്ചേസ് ഗുഡ്സ് ഫ്രം ജെയിൻ ആൻഡ് കമ്പനി ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൺ ക്രെഡിറ്റ് അല്ലേ? സോ ദിസ് ഇസ് എ ക്രെഡിറ്റ് പർച്ചേസ്. അതായത് മിസ്റ്റർ എക്സ് ജെയിൻ ആൻഡ് കമ്പനിയുടെ അടുത്ത് നിന്ന് ക്രെഡിറ്റ് ആയിട്ടും ക്യാഷ് കൊടുക്കാതെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കാതെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അതായത് അവിടെ ഇപ്പോൾ ക്യാഷ് പോയിട്ടുണ്ടോ? ഇല്ല. ക്യാഷ് പോയിട്ടുണ്ടെങ്കിലും ക്യാഷ് വന്നിട്ടുണ്ടെങ്കിലും മാത്രമേ നമ്മൾ എവിടെ കാണിക്കാൻ പാടുള്ളൂ? ക്യാഷ് ബുക്കിൽ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ട്രാൻസാക്ഷൻ നമ്മൾ തൽക്കാലം നമ്മൾ ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. നമ്മൾ ക്യാഷ് ബുക്കിലേക്ക് ട്രാൻസാക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം, പിന്നെ എവിടെയാണ് ഈ എമൗണ്ട്, ഈ 20,000 ക്രെഡിറ്റ് പർച്ചേസ് ചെയ്ത് എവിടെയായിരിക്കും കാണിക്കാനായിട്ട് പ്ലേസ് ഉണ്ട്. അത് കാണിക്കുന്നത് പർച്ചേസസ് അക്കൗണ്ടിലായിരിക്കും കാണിക്കുക. സ്പെഷ്യൽ പർപ്പസ് ബുക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പർച്ചേസ് അക്കൗണ്ടിലായിരിക്കും എന്ത് ചെയ്യുക? ഈ ക്രെഡിറ്റ് പർച്ചേസ് കാണിക്കുക. പക്ഷെ നമ്മളിവിടെ ക്യാഷ് ബുക്കിലെ വാല്യൂ നമ്മൾ കാണിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. സോൾഡ് ഗുഡ്സ് ₹75,000. 75,000 ഗുഡ്സ് സെയിൽ ചെയ്തു, ക്യാഷ് റിസീവ് ചെയ്തു എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ 75,000 റുപ്പീസ് ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? നമ്മൾ കാണിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ റെസീപ്റ്റ്സ് കാണിക്കുന്നത്. അപ്പൊ നമ്മളിതിന്റെ റെക്കോർഡിംഗ് നമുക്ക് ചെയ്യാം. അപ്പം നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്ന ഡേറ്റ് April 6 ടു സെയിൽസ് അക്കൗണ്ട് നമ്മൾ കാണിക്കും. ബിക്കോസ് ഇത് സെയിൽസ് ട്രാൻസാക്ഷൻ ആണ്. എത്രയാണ് എമൗണ്ട് വന്നിട്ടുള്ളത്? 75,000. ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ചെയ്യാം. അപ്പൊ അടുത്ത എന്താണ്? പെയ്ഡ് റെന്റ്. അപ്പൊ സംഭവിച്ചിരിക്കുന്നത് April 16 ഇറ്റ്സ് പേയ്മെന്റ് അല്ലെ? പെയ്ഡ് റെന്റ്. അപ്പൊ പേയ്മെന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ വരും പേയ്മെന്റ് സൈഡിലായിരിക്കും വരിക. അപ്പം നമ്മൾ ഡേറ്റ് എഴുതുന്നു April 16. ഓക്കെ,
നമ്മൾ ബൈ റെന്റ് അക്കൗണ്ട്, എന്താണോ എക്സ്പെൻസ് ആ എക്സ്പെൻസിൻ്റെ പേരിൽ തന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു അല്ലേ. അപ്പോൾ റെന്റ് അക്കൗണ്ട് എത്രയാണ് എമൗണ്ട്? 1000 rupees. 1000 rupees ആണ് റെന്റ് പേയ്മെന്റ് ചെയ്തത്. ഓക്കെ. ഇനി അടുത്തതുപോലെ ഏപ്രിൽ 19th ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു. സോ അവിടെയും പേയ്മെന്റ് ആണ് വരുന്നത്. സോ അഗെയിൻ ഏപ്രിൽ 19. അപ്പോൾ പേയ്മെന്റ്സ് എല്ലാം നമ്മൾ റൈറ്റ് സൈഡിൽ കാണിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് പേയ്മെന്റ് ചെയ്തത്? ബൈ ബിൽഡിംഗ് അക്കൗണ്ട്. ബിൽഡിംഗ് ആണ് പർച്ചേസ് ചെയ്തത്. സോ ബൈ ബിൽഡിംഗ് അക്കൗണ്ട് എത്രയാണ് എമൗണ്ട് വരുന്നത്? 2 lakhs. ഓക്കെ. നമ്മളുടെ നെക്സ്റ്റ് ട്രാൻസാക്ഷൻ വരുന്നത് ക്യാഷ് സെയിൽസ് ₹9,900. സോ സെയിൽ ചെയ്തു, ഗുഡ്സ് സെയിൽ ചെയ്തു, ക്യാഷ് റിസീവ് ചെയ്തു. ട്രാൻസാക്ഷൻ നടക്കുന്നത് ഏപ്രിൽ 21. ഇതുപോലെ തന്നെ നമ്മൾ ടു സെയിൽസ് അക്കൗണ്ട്, നമ്മൾ പ്രീവിയസ് ഇവിടെ നമ്മൾ ഏപ്രിൽ 6 ട്രാൻസാക്ഷൻ ഇതേപോലെ തന്നെ മറ്റൊരു ഡേറ്റിലെ സെയിൽ നടക്കുന്നു. ഏപ്രിൽ 21 നടക്കുന്ന സെയിലിന്റെ വാല്യൂ 9,900. നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷൻ സോൾ ഗുഡ്സ് ടു പ്രയാഗ് ഓൺ ക്രെഡിറ്റ് ₹20,000. ഇവിടെയും ഇത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ് അല്ലെ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് പ്രയാഗിന് ക്രെഡിറ്റ് സെയിൽസ് നടത്തി, അത് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ കാണിക്കണ്ട. അപ്പോൾ അത് കാണിക്കുന്ന എവിടെയാണ്? സെയിൽസ് ബുക്കിലായിരിക്കും കാണിക്കുക. നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ബുക്കിൽ കാണിക്കുന്ന പോലെ ക്രെഡിറ്റ് സെയിൽസ് കാണിക്കുന്ന എവിടെയായിരിക്കും? സെയിൽസ് ബുക്കിലായിരിക്കും. അതൊക്കെ നമ്മൾ ഇതിന് ശേഷം പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് ഏപ്രിൽ 23 പെയ്ഡ് സാലറീസ്. അപ്പോൾ ഇത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആകുമ്പോൾ എവിടെ വരും? പേയ്മെന്റ് സൈഡിൽ വരും. സോ ട്രാൻസാക്ഷൻ ഡേറ്റ് കാണിക്കാം ഏപ്രിൽ 23. എന്താണ് പേ ചെയ്തത്? സാലറി. അപ്പോൾ നമ്മൾ എഴുതും ബൈ സാലറീസ് അക്കൗണ്ട്. എത്രയാണ് എമൗണ്ട്? 10,000. ഓക്കെ. അതേപോലെ തന്നെ ഏപ്രിൽ 24 പെയ്ഡ് വേജസ്. അപ്പോൾ അതും പേയ്മെന്റ് ആണ്. ഓക്കെ. അപ്പോൾ വേജസ് പേ ചെയ്യുന്നു ബൈ വേജസ് അക്കൗണ്ട്. എമൗണ്ട് എഴുതുക 5,500. ഓക്കെ. ദെൻ ഏപ്രിൽ 28 ഒരു ട്രാൻസാക്ഷൻ പറയുന്നു റിസീവ് ഫ്രം പ്രയാഗ് ₹12,000. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു ക്രെഡിറ്റ് സെയിൽസ് പറഞ്ഞിരുന്നു ഏപ്രിൽ 22. നമ്മൾ റെക്കോർഡ് ചെയ്തില്ല, കാരണം അത് ക്രെഡിറ്റ് സെയിൽസ് ആയിരുന്നു. പക്ഷേ ഏപ്രിൽ 28 ആയപ്പോഴത്തേക്കും പ്രയാഗ് എന്ന് പറയുന്ന കസ്റ്റമർ ഈ ക്യാഷ് കൊണ്ടുവന്നിട്ട് മിസ്റ്റർ എക്സിന്റെ ബിസിനസ്സിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തുന്നു. അപ്പോൾ ക്യാഷ് കിട്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എവിടെ ആയിരിക്കും വരിക? റെസീപ്റ്റ് സൈഡിലായിരിക്കും വരിക. സോ ഏപ്രിൽ 28 അല്ലെ. ഏപ്രിൽ 28 ട്രാൻസാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടു പ്രയാഗ്സ് അക്കൗണ്ട്. ഓക്കെ. എത്രയാണ്? 12,000. അപ്പോൾ നമ്മളുടെ ഈ ക്യാഷ് ബുക്കിൽ നമ്മളെല്ലാ റെക്കോർഡിങ്ങും നമ്മൾക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിന്റെ റെക്കോർഡ് ചെയ്യാൻ, ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ യൂഷ്വലി ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളം, ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്ത് നോക്കാം. ഇതിൽ ഏതാണ് ഗ്രേറ്റർ വാല്യൂ എന്ന് നോക്കുക. അത് നമ്മൾ താഴെ എഴുതുന്നു. അതിനുശേഷം ആ ഷോർട്ടേജ് വരുന്നത് ഏത് സൈഡിലാണോ അത് നമ്മൾ ബാലൻസ് ആയിട്ട് കാണിക്കും. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രൊസീജിയറാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ രണ്ട് സൈഡും ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ കാണുന്നത് 3,46,900. അപ്പോൾ അത് രണ്ട് സൈഡിൽ എഴുതുന്നു. നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വരും 2,38,700 വരുന്നുള്ളൂ അല്ലേ. അതായത് നമുക്ക് ബാലൻസ് കിട്ടുന്ന ഈ ഒരു പ്ലേസിലാണെന്ന് അർത്ഥം അല്ലേ. ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് വാല്യൂ നമ്മൾ ഡിഫറൻസ് എടുക്കുക. 3,46,900 മൈനസ് 2,38,700. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1,08,200. 1,08,200. ഈ ഒരു വാല്യൂ ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ്. നമ്മൾ എങ്ങനെ എഴുതുക? ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് ഡേറ്റ് എഴുതും? നമ്മൾ ആ ഒരു മന്ത്, ഇപ്പോൾ നമുക്ക് ഏപ്രിൽ 28 വരെയുള്ള ട്രാൻസാക്ഷൻ ആണ്. നമ്മൾ ലാസ്റ്റ് ഡേറ്റിൽ ഏപ്രിൽ 30 എന്ന് കാണിക്കുക. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് ബുക്ക് ആസ് പെർ സിമ്പിൾ കോളം ഗെറ്റ് റെഡി. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾ കോളം ക്യാഷ് ബുക്ക് പേര് പോലെ തന്നെ സിമ്പിളാണ്. ഒറ്റ കാര്യം ഇവിടെ ഓർത്തിരുന്നാൽ മതി. ഡെബിറ്റ് സൈഡിൽ നമ്മളെല്ലാം കാണിക്കുന്ന റെസീപ്റ്റ്സ് ആണ് അല്ലേ. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം റെസീപ്റ്റ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി സൈഡ് എന്ന് പറഞ്ഞത്. പക്ഷേ ക്രെഡിറ്റ് സൈഡിലെല്ലാം
പേയ്മെന്റ്സ് ആണ്. പർച്ചേസ് ചെയ്തു, റെന്റ് പേയ്മെന്റ് ചെയ്തു, ബിൽഡിംഗ് പർച്ചേസ് ചെയ്തു, പേയ്മെന്റ്, സാലറി, വേജസ് പേയ്മെന്റ്. ഓക്കെ, ഇപ്പൊ ബാലൻസ് പറയുന്നത് ബാലൻസ് ഫിഗർ. ഇപ്പൊ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഇവിടെ ബാലൻസ് വരുന്നു, നേരെ ഓപ്പോസിറ്റിലേക്ക് എഴുതുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന ഡെബിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ കിട്ടുന്ന ബാലൻസ് എന്ന് പറയുന്നത് ഫേവറബിൾ ബാലൻസ് തന്നെയാണ്. കാരണം ഒരു ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ ആയിരിക്കും എപ്പോഴും കൂടി നിൽക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫേവറബിൾ ബാലൻസ് അല്ലേ, കാരണം റെസീപ്റ്റ് സൈഡ് ആയിരിക്കണം കൂടുതലായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു ക്യാഷ് ബുക്കിന്റെ ബാലൻസ് പറയുന്നത് ഫേവറബിൾ ബാലൻസ് ആണ്, ബിക്കോസ് ദിസ് ഇസ് വാട്ട് ഡെബിറ്റ് ബാലൻസ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് കരുതുന്നു. സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കണ്ടിന്യൂ ലേണിംഗ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ.